അപ്പോൾ ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണെന്ന് വേഗം ഒന്ന് നോക്കിയാലോ. ഇതാ ഞാൻ 2 തവി കുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. കുത്തരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി നല്ലത്. അതായത് ഏതെടുക്കുകയാണെങ്കിലും തവിടോട് കൂടിയതായിട്ട് എടുക്കാം, അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ എടുക്കുന്നത് നമ്മുടെ വാഴപ്പൂവും ചെറുപയറും കൂടി വെച്ച ഒരു തോരനാണ്. വാഴപ്പൂവാണെങ്കിൽ നമുക്ക് ഫൈബർ എല്ലാം കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ കുറയ്ക്കുകയാണെങ്കിലും കുറച്ച് ഫൈബർ അടങ്ങിയ ഭക്ഷണമൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്കധികം പെട്ടെന്ന് വിശപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ അതിൻ്റെ കൂടെ ചെറുപയർ, അത് നല്ലൊരു പ്രോട്ടീനും. അതിപ്പോൾ തടി കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ, BP, ഷുഗർ അല്ലെങ്കിൽ ഫുഡ് കൺട്രോളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ ഫൈബർ ആയിട്ടുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് വിശപ്പുണ്ടാവായിരിക്കും. അത് ഈ ഭക്ഷണത്തിൽ പ്രോട്ടീനും ഫൈബറൊന്നും കറക്റ്റ് എമൗണ്ടിൽ ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ ഇതാ ഞാൻ കറിയാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ നല്ലൊരു വെജിറ്റബിളാണ് കുമ്പളങ്ങ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ 2 ചെറിയ പപ്പടം എടുത്തിട്ടുണ്ട്. ചോറിൻ്റെ അളവ് എന്താണെങ്കിലും കുറവാണ്. അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഫുഡൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കൂ.